Audio Jungle. Audio Jungle. അപ്പോൾ ഇതാ ചാള ചെമ്മീനും കൂടി നിമോച്ചൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് വന്നാണ്ട്. അപ്പോൾ ചാള ഞാൻ കഴുകി എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചാള ഞാൻ കഴുകി നീറ്റാക്കി. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ. ചെമ്മീൻ മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റ് തോരൻ വെച്ചായിരുന്നു. രാവിലെ തന്നെ ക്യാരറ്റൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് തോരൻ വെച്ചു. അമ്പുക്കുട്ടൻ ഇപ്പോൾ ഉറങ്ങുവാണ്, അതുകൊണ്ടാണ് പതിയെ പറയുന്നത്, കേൾക്കുമോ എന്തോ പറയുന്നത്. അപ്പോൾ ദാ നമ്മുടെ തോരൻ ഇവിടെ ദാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. നിമോച്ചൻ പറഞ്ഞു റോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അച്ചുക്കുട്ടനും അതാണ് ഇഷ്ടം. അത് കാരണം ഞാൻ ചാള എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത് എല്ലാം കൂടി ഇപ്പോൾ എടുക്കണം. പിന്നെ ഇന്നലെ ഞാൻ തീയൽ വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ തോരനും വെച്ചിട്ടുണ്ട് ക്യാരറ്റ്, പിന്നെ ചെമ്മീനും കൂടി ആകുമ്പോഴത്തേക്കും മതി. അച്ചുക്കുട്ടൻ ഊണ് കഴിക്കും. അച്ചുക്കുട്ടൻ ഇന്ന് 2 പരീക്ഷയുണ്ട്. അപ്പോൾ അച്ചുക്കുട്ടൻ വരുമ്പോൾ വൈകിട്ടാകും. അപ്പോൾ എന്തായാലും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെമ്മീത്തിന് വേണ്ട സവാള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുക്കട്ടെ. അപ്പോൾ ചെമ്മീൻ ഞാൻ എന്താ കഴുകി നീറ്റാക്കി അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി ഒന്ന് വേവിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഒന്ന് വേവിച്ചിട്ട് ഞാൻ പിന്നെ മസാലയൊക്കെ ചേർത്ത് ആക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാൽ പെട്ടെന്ന് ആകും. അപ്പോൾ ഞാനപ്പോൾ ഇതാ ചെമ്മീനൊന്ന് ഞാൻ വലിയ ചെമ്മീനായിരുന്നു, അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇത് നമ്മുടെ നാരങ്ങയുണ്ട്. ഞങ്ങളിവിടെ സോഡ സർബത്ത് ഉണ്ടാക്കുമ്പോൾ നാരങ്ങയുടെ തൊണ്ടെടുത്ത് വെച്ചേക്കും. എന്നിട്ട് അതിങ്ങനെ ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇതാക്കൂടാണ്ട് ഞാനിങ്ങനെ നമ്മൾ മീനൊക്കെ കഴുകി കഴിയുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് കഴുകൂട്ട. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. നല്ല സ്മെല്ലുണ്ടാവും നാരങ്ങയുടെ. അപ്പം നമ്മൾ ആ മീനൊക്കെ കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോകും കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്നും ആ സ്മെല്ലൊക്കെ പോകും. അപ്പം ഞാനിത് ഒരു കുപ്പിയിൽ കുറച്ച് ഉപ്പും നാരങ്ങയുടെ തൊണ്ടും കൂടി ഇട്ട് വെച്ചേക്കുവാണ്. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സിങ്കിന് നല്ല സ്മെല്ലായിരിക്കും. മീനൊക്കെ കഴുകിയെന്ന് പറയത്ത് പോലുമില്ല, അത്രയ്ക്കും നല്ല സ്മെല്ലായിരിക്കും നാരങ്ങയുടെ. അപ്പം ഞാൻ അത് കയ്യോടെ ഒന്ന് കഴുകിയതാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഞാൻ നാരങ്ങയുടെ തൊണ്ടൊക്കെ ഇട്ട് കഴുകി ക്ലീനാക്കി. ഇതാ നമ്മുടെ ചെമ്മീൻ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഉണ്ട്. വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം. കുഞ്ഞു ചെമ്മീനായിരുന്നെങ്കിൽ വേവിക്കണ്ടായിരുന്നു, പക്ഷേ ഇതൊരു വലിയ ചെമ്മീനല്ലേ, അത് കാരണം ഞാൻ പിന്നെ കട്ട് ചെയ്ത് വേവിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് കറി വയ്ക്കാം. അപ്പോൾ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള വാടി വന്നപ്പോൾ ഞാൻ തക്കാളി 2 എണ്ണം ചെറുത് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നിന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടികൾ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെന്താ മീറ്റ് മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിക്കട്ടെ. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഞാൻ ചോറൊക്കെ എടുത്തു. ചെമ്മീൻ കറിയും നമ്മുടെ ക്യാരറ്റ് തോരനും തീയലും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കട്ടെ. അപ്പോൾ ഇനി ഊണ് കഴിച്ചിട്ട് കാണാം. പിന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഇട്ടായിരുന്നു. അപ്പോൾ സ്റ്റാർ ഇടുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ജസ്റ്റ് സ്റ്റാറും ഇട്ട് പിന്നെ സീരീസ് ഇട്ട് അതും ഇട്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സ്റ്റാർ ഒരെണ്ണം താഴത്തും ഒരെണ്ണം മേളിലും ആയിട്ടേക്കണത്. അപ്പോൾ ഈ നമ്മുടെ താഴത്തിട്ടേക്കുന്ന സ്റ്റാർ നമ്മുടെ അമ്പുക്കുട്ടന് കഴിഞ്ഞ എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ ആൻറ്റി തന്നതാണ്. പിന്നെ ഒരെണ്ണം നമ്മുടെ മേളിലാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു സ്റ്റാർ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണേ.